ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ കാസറ്റാ. ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പലർക്കും യൂസ് ആകുന്നൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാസറ്റ് നമ്മുടെ പലരുടെയും വീട്ടിൽ കാണും. പഴയ കാലത്തെ കാസറ്റാണ്. അപ്പം ഇതിനകത്ത് എന്താണ് നമുക്ക് നിട്ട് കാണണമെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഡിവൈസുകളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാസറ്റിനെ കൺവേർട്ട് ചെയ്ത് പെൺഡ്രൈവിലാക്കി തരുന്ന പല സ്ഥലങ്ങളുണ്ട്. അപ്പം സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കിയപ്പോൾ എല്ലാം ഡൽഹിയിലൊക്കെ ദൂര സ്ഥലങ്ങളിൽ. അപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയപ്പോൾ കരുനാഗപ്പള്ളി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോസസ് എന്താണെന്ന് നോക്കാം. ഞാൻ എന്തിനാണ് ഈ കാസറ്റ് കൊണ്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ കാസറ്റാണ്. അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത്. അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര ദിവസം എടുക്കുമെന്നും എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നോക്കാം. അപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിക്ക് പോകാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കട, ഐഡികോൺ വീഡിയോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് റെഡിയാക്കി തരുമെന്ന്. നമുക്ക് പോയി ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ. ഹലോ ചേട്ടാ, നമസ്കാരം. ഹലോ, നമസ്കാരം. അപ്പം ഞാനത് ഇന്നലെ ചേട്ടനെ വിളിച്ച് ആറന്മുള. ഇന്നലെ എന്നെ ഒന്ന് രാത്രിയിലായിരുന്നു. അതെ അതെ. അപ്പം പേര്? എൻ്റെ പേര് ആദിത്യൻ. അപ്പം നമുക്കാണ് ഈ ഒരു കാസറ്റ് അച്ഛൻ്റെ അമ്മയുടെ അവരുടെ വെഡ്ഡിങ് കാസറ്റ്. ഇതെനിക്ക് തോന്നുന്നു 1999 തോന്നുന്നു. 1999 ആയപ്പോൾ ഏകദേശം ഒരു 30 വർഷത്തോളമായി. 99 ആയപ്പോഴ് 26 വർഷത്തോളമായി. 26 വർഷം നമുക്കപ്പോൾ കൺവേർട്ട് ചെയ്ത് പെൺഡ്രൈവിലാക്കും അല്ലേ? അപ്പം അതിൻ്റെ പ്രൊസീജിയർ ഇത് നമ്മളിത് പെൺഡ്രൈവിലാക്കി തരും. പെൺഡ്രൈവിലോ വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ DVD-ലോ ആക്കിയോ തരാം. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ? നമ്മൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. നമ്മൾ ഈ കാസറ്റ് ഇതിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കാസറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് നമ്മളൊരു 30 വർഷം പഴക്കമുള്ള നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില കാസറ്റുകളൊക്കെ നമ്മൾ ഒരു 93-ലെയൊക്കെ 83-ലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. 83, 87 അതൊക്കെ നല്ലോണം ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കാസറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കത് നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില കാസറ്റുകളൊക്കെ അവർ അലക്ഷ്യമായിട്ട് നല്ലോണം കെയർ ചെയ്യാതെ വെച്ചേക്കുന്ന കാസറ്റൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനകത്തൊരു പ്രോബ്ലം വരുന്നതെന്ന് പറയുന്നത് ഈ ഫിലിം പന്ന VCR-ലൊക്കെ കേട്ടിട്ട് ഈ സൈഡെല്ലാം ഇങ്ങനെ വല്ലാതെ ചിരവപ്പല്ല് പോലെ കടിച്ചു പോകും. അത് നമുക്ക് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പം. ഇതൊക്കെ നല്ല കാസറ്റുകളാണ്. ഇതൊക്കെ നല്ല കാസറ്റുകളാണ്. നല്ല കാസറ്റാണ്. പിന്നെ ഇത് നമ്മൾ കാസറ്റ് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കും. ഇതാണ് നമ്മൾ ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഇതായിരിക്കും ഈ കാസറ്റ്. ഇതിനകത്തുനിന്ന് നമ്മൾ ഇളക്കിയെടുത്ത് കഴിയും. പിന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ 30 വർഷമൊക്കെ പഴക്കമുള്ളത് കൊണ്ട് ഇത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു 3 മാസം 4 മാസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഫംഗസ് പെട്ടെന്ന് കയറും. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയും ഫംഗസ് കയറുക എന്നുള്ളതാണ്. ആ ഫംഗസിനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പം നമ്മളിത് ഫംഗസ് മാറ്റി അതൊരു കെമിക്കൽ ക്ലീനിങ് ആണ്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ ആ കെമിക്കൽ ക്ലീനിങ് വഴി നമ്മളിതിൻ്റെ ഫംഗസുകൾ മാറ്റിയതിന് ശേഷം ഇത് ഡ്രൈ ഉണങ്ങി ലിക്വിഡിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ലിക്വിഡ് ക്ലീനിങ് ആണ്. ലിക്വിഡ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിന്നെ അത് VCR-ൽ കയറ്റി അപ്ലൈ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ട കസ്റ്റമറിന് നമുക്ക് പെൻഡ്രൈവിലും അല്ലെങ്കിൽ DVD-ൽ. ഇപ്പോൾ പിന്നെ മെയിനായിട്ട് DVD ആരും ഉപയോഗിക്കുന്നില്ല, എല്ലാവരും പെൻഡ്രൈവാണ്. അങ്ങനെ അത് മിക്കവാറും ഇതെല്ലാം ഒരു 10 GB 12 GB ഒക്കെ ഇതിൻ്റെ കണ്ടൻസ് കാണും. അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് പെൻഡ്രൈവിലോട്ട് കംപ്രസ് ചെയ്ത് അവരുടെ വീട്ടുകളിൽ ഇപ്പോൾ എല്ലാവരും TV-ലിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ TV കാണാവുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും എന്തായാലും VCR ഒന്നും കണ്ടില്ലായിരിക്കില്ല. അപ്പം നമുക്ക് VCR ഒന്ന് കണ്ടു വരാം. ആ VCR-ലാണ് ഇതിട്ടിട്ട് പിന്നെ അതിനെ കംപ്രസ് ആക്കണം. അപ്പം VCR എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ലേ ചേട്ടാ VCR? അതെ. ഇതിനകത്ത് ഇടും നമ്മൾ ആദ്യം അതല്ലേ? ഫുൾ ബ്രൗസ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ കംപ്രസ് ചെയ്യുന്നത്. നമ്മളിത് VCR-ൽ ഇട്ടിട്ട് VCR-ലാണ് പ്ലേ ചെയ്യുന്നത്. VCR ഒക്കെ ഇപ്പോഴത്തെ തലമുറ മിക്കവാറും VCR-കൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴത്തെ തലമുറ ഒരു DVD പ്ലെയർ വരെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. VCR കണ്ടിട്ടേ ഇല്ല. ഈ സാധനമാണ് VCR എന്ന് പറയുന്നത്. VCR-ൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ VCP ഉണ്ട്. VCP എന്ന് പറഞ്ഞാൽ വീഡിയോ കാസറ്റ് പ്ലെയർ. അതിനകത്ത് പ്ലേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ കാസറ്റ് റെക്കോർഡർ, VCR എന്ന് പറയുമ്പോൾ വീഡിയോ കാസറ്റ് റെക്കോർഡർ എന്ന് പറയും.
അതിനകത്ത് റെക്കോർഡ് ചെയ്യാം. ഈ VCR തന്നെ പിന്നെയുണ്ട് അതിൻ്റെ വകഭേദങ്ങൾ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിലിട്ട് ജസ്റ്റ് പിന്നെ ക്ലീനായി വന്ന കാസറ്റുകൾ ഇതിലിട്ട് പ്ലേ ചെയ്യുക, ഇതിൻ്റെ ഔട്ട് എടുക്കുക. ഈ VCRൽ നിന്ന് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ ക്യാപ്ചറിങ് നടക്കുക. അതിൻ്റെ ക്യാപ്ചറിൻ്റെ ഔട്ട് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ഓഡിയോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓഡിയോയുടെ കംപ്ലൈൻറ്റുകളും വീഡിയോയുടെ കംപ്ലൈൻറ്റുകളും ഒക്കെ എഡിറ്റ് ചെയ്ത് മാറ്റുക. പിന്നെ അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് പിന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് കൊല്ലം ജില്ലയിൽ. എൻ്റെ പേര് ജോൺ എന്നാണ്. ഇത് സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, തഴവ, കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണിത്. ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം. ആരിലും വരുന്നോണ്ട് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ. ഓക്കെ. പഴയ സാധനങ്ങൾ അതൊക്കെ ഇനി പകരം കിട്ടാനില്ലാത്തൊരു സാധനങ്ങൾ. ഇപ്പോൾ ഒരു കല്യാണ കാസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെയോ ഒക്കെ കല്യാണ കാസറ്റ് വെക്കാം. പഴയ ആൾക്കാരെ കാണുന്നതിന് വേണ്ടി മൺമറഞ്ഞു പോയവരെല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു കാസറ്റിലാണെങ്കിൽ അതിനകത്ത് ഒരു 50% ആൾക്കാർ പോലും മരിച്ചു പോയവരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ വീണ്ടും കാണുന്നതിന് വേണ്ടി പിന്നെ പഴയ ഓർമ്മകൾ അയവറക്കുന്നതിന് വേണ്ടി ഏറ്റവും ഇപ്പം ഇതേ ഉള്ളു മാർഗം, വേറെ മാർഗങ്ങളൊന്നുമില്ല. ചേട്ടാ നമ്മൾ ഇപ്പൊ CD തന്നാലേ അല്ലെ കാസറ്റ് തന്നാലേ എത്ര ദിവസം വേണ്ടി വരും ഇതിന്റെ ഒരു ഔട്ട് എടുക്കണമെങ്കിൽ? നമുക്ക് കിട്ടുന്ന കാസറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൈ കിട്ടുന്നത് ഒരു 25 വർഷമെങ്കിലും പഴക്കമുള്ള കാസറ്റുകളായിരിക്കും എൻ്റെ കൈ കിട്ടുന്നത്. അപ്പോൾ ഈ 25 വർഷത്തിന് പഴക്കമുള്ള ഒരു കാസറ്റ് എന്ന് പറയുന്നത് നല്ല ഫംഗസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഞാൻ ഈ കാസറ്റിൽ നിന്ന് അഴിച്ച് പുറത്തെടുത്ത് ഈ ഫിലിമിനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തെടുത്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ലിക്വിഡിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത് ഉണങ്ങി വരുന്നതിന് ഒരു 4 ദിവസം മിനിമം വേണം. ഇത് ഉണക്കുന്നത് നമ്മൾ ഡ്രയറിലാണ് ഉണക്കുന്നത്. പക്ഷേ ആ ഡ്രയറിൽ ഉണക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നിശ്ചിത ഹീറ്റിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കാണ് സാധനം. ഈ ഫിലിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കൊരു നിശ്ചിത ടെമ്പറേച്ചറിന് മേടി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു 3 ദിവസം ഉണങ്ങാൻ വേണ്ടി വേണം. പിന്നെ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 4ാമത്തെ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അർജന്റ് ഉള്ളവർക്ക് നമ്മൾ 3ാമത്തെ ദിവസവും കൊടുക്കും. ചേട്ടാ നമുക്കൊരു ട്രയൽ കാണിക്കുക എങ്ങനെയായി VCR വറക്കാൻ. നമ്മളിത് ക്ലീൻ ആക്കി ഫ്രഷ് ആക്കി ഒരു കാസറ്റാണ്. ഓക്കെ. നമ്മളത് VCRലേക്ക് അത് VCRൽ ഇട്ടിട്ട് പഴയ ഒരു കാസറ്റ് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാസറ്റ് വല്ല റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. കടയുടെ ലൊക്കേഷൻ നമ്പരും ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ശരി ചേട്ടാ, നമ്മുടെ കാസറ്റ് റെഡി ആക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കളക്ട് ചെയ്യാം. എൻ്റെ പേര് ആദിത്യൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ് 5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എക്സൈറ്റഡ് ആണ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ടെന്ന്. അപ്പോൾ അതെ, നമ്മുടെ കാസറ്റിൻ്റെ കൂടെ ഒരു പെൻഡ്രൈവ് ഉണ്ട് കേട്ടോ. ഈ പെൻഡ്രൈവിലാണ് നമ്മൾ കോപ്പി ചെയ്തേക്കുന്നത്, റീസ്റ്റോർ ചെയ്ത് കോപ്പി ചെയ്തില്ല. പിന്നെ ഇതാണ് നമുക്ക് ഇട്ട് നോക്കേണ്ടത്. ഇട്ട് ട്രയൽ ചെയ്ത് നോക്കാം, എന്നിട്ട് എല്ലാവരും കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ട്. റീഡായി വന്നപ്പോൾ എൻ്റെ പേരിലൊരു ഫോൾഡറുണ്ട്, ഒന്ന് നോക്കാം. അടിപൊളി. ഇനി ഒന്ന് ഇട്ട് നോക്കേണ്ടത് എന്താ സംഭവം എന്ന് എല്ലാവരോടും ഇരുന്ന് മൊത്തം കാണാം. അപ്പോൾ സംഭവം സക്സസ് ആണ്. വീഡിയോ എന്തായിരിക്കും, എന്തേലും ഐഡിയ ഉണ്ടോ? എന്താണ് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് ആക്ച്വലി സർപ്രൈസ്. ഇതിനോട് ഞാൻ പറഞ്ഞാണ് ഇതാണ് എനിക്ക് ലോസായ ഈ സാധനം കണ്ടോ? ഇത് എൻ്റെ അപ്പൂപ്പന് മിലിറ്ററി റിട്ടയർ ആയി വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റാ. ഇത് ഞാൻ കൊച്ചിലെ കുറേ മൂട്ടിച്ചെടുത്ത് ഇത് ഒരു രക്ഷയില്ല പൊക്കാൻ. പക്ഷെ ഈ സാധനം അവസാനം ഉണ്ടല്ലോ, വീട് റെനോവേറ്റ് ചെയ്തപ്പോൾ ഇത് ആക്രിക്കാർ കൊണ്ടുപോയി. ഭയങ്കര രസമായി പഴയ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ. നോക്കി എഫക്റ്റ് ഒക്കെ ഉണ്ടോ?
വരുമോ നെഞ്ചിലൂറും മധുരം വീഴാമ്പലായി നിന്നടകാത്തു. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് എന്ത് തോന്നി? അടിപൊളി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കാസറ്റിന് ഇങ്ങനെ സൈഡിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങളത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ അത് എവിടെ എങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ദിവസം ഞാൻ ആയതിനോട് സംസാരിച്ചായിരുന്നു. ഇതെങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത്? ഇനി ഒരു കാസറ്റ് കൂടി ഇരിപ്പുണ്ട്, അതുകൂടെ ചെയ്തു തരണം. അതെ. എന്തായാലും നല്ലൊരു സർപ്രൈസ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പണ്ടത്തെ രൂപങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരി വന്നു. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളെ ഇവിടുന്ന് കടന്നുപോയ ഒത്തിരി ആളുകളുണ്ട്. അവരെ കൂടെ കാണാൻ പറ്റി. ആ ഒരു ഓർമ്മ അത് വളരെ എന്തായാലും അവർ രണ്ടുപേരും വീഡിയോ ഇട്ട് ഭയങ്കര ഹാപ്പിയായി. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. ചോദിച്ചാൽ പഴയ കാലത്തെ വീഡിയോ അല്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര ഓർമ്മകൾ കാണും. എനിക്കും പുതിയതായിട്ട് ഈ പഴയ കാലത്തെ വീഡിയോകൾ കാണുമ്പോൾ ഇവർ രണ്ടുപേരെ കല്യാണം കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തൊരു സഹായിച്ചു. എന്തായാലും അവർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയോ അല്ല പഴയ ഏതെങ്കിലും വീഡിയോസ് ആകാം, പക്ഷേ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ ആൾക്കാരെ കാണാനും ഒക്കെ ആഗ്രഹം കാണും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമ്മുടെ ഇതിനെല്ലാം സഹായിച്ച് ജോൺ ചേട്ടൻ ID കോൺ, അപ്പോൾ പുള്ളിയോട് പറഞ്ഞാൽ മതി, പുള്ളി നല്ല റീസണബിൾ റേറ്റിൽ എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ എല്ലാ കട ലൊക്കേഷൻ എല്ലാ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പോയി പറ്റുവാണെങ്കിൽ അവരവരുടെ കാസറ്റൊക്കെ റീസ്റ്റോർ ചെയ്ത് ഫാമിലിയോട് ഇങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ട് വീഡിയോ കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, പുതിയ വീഡിയോ കാണാം.